അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടേമാണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് കറണ്ടിനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ജെ. ഇനി ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഓഫ് പോസിറ്റീവ് ചാർജ്. അതായത് പോസിറ്റീവ് ചാർജ് എങ്ങനെയാണോ ഏത് ഡയറക്ഷനിലാണോ ഫ്ലോ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും കറണ്ട് ഡെൻസിറ്റിയുടെയും ഡയറക്ഷൻ. ഇപ്പം നമ്മൾ കറണ്ട് ഡെൻസിറ്റി ജെയിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കറണ്ട് ഡെൻസിറ്റി ജെയും കണ്ടക്ടിവിറ്റി സിഗ്മയും തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കാം. കണ്ടക്ടിവിറ്റി എന്താണ്? സിഗ്മ. അതേസമയം കറണ്ട് ഡെൻസിറ്റി എന്താണ്? ജെ. അപ്പോൾ ഈ ജെയും സിഗ്മയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ലെങ്ത് എൽ ഉള്ള ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. അതിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി. അതായത് എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാണ്. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇ ഈസ് ഈക്വൽ ടു വി ബൈ എൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ഇൻറ്റു എൽ. അതിനെ നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി അക്കോർഡിംഗ് ടു ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു ഐ ആർ. അത് നമുക്കറിയാം അല്ലേ? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇനി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ വേണ്ടത് കണ്ടക്ടിവിറ്റിയുടെ ടേംസിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം അതിനെ റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റോ എൽ ബൈ എ. ആറിന് പകരം റോ എൽ ബൈ എ എന്ന് എഴുതി. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയറിങ് ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്തായിരുന്നു? ഐ ഇൻറ്റു റോ എൽ ബൈ എ. രണ്ടാമത്തെ ഇക്വേഷൻ ഇ എൽ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഐ ബൈ എ എന്താണ്? ഈ ഐ ബൈ എ എന്ന് പറഞ്ഞാൽ ജെ കറണ്ട് ഡെൻസിറ്റിയാണ് അല്ലേ? ഇനി ഇവിടെ എൽ എന്നുള്ളത് കട്ട് ചെയ്തു പോകും. ബാക്കി എന്ത് വരും? ഐ ബൈ എക്ക് പകരം ജെ എഴുതി. ഇവിടെ റോ ഈക്വൽ ടു ഇ. അപ്പോൾ ഇവിടെ ജെ ഇൻറ്റു റോ ഇസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. ദെയർഫോർ ജെ ഇസ് ഈക്വൽ ടു 1 ബൈ റോ ഇൻറ്റു ഇ. 1 ബൈ റോ എന്താണ്? 1 ബൈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി സിഗ്മ. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. അപ്പോൾ നമുക്ക് കറണ്ട് ഡെൻസിറ്റിനെയും കണ്ടക്ടിവിറ്റിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കിട്ടി. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ന്യൂക്ലിയസിൻ്റെ ചുറ്റും ലൂസ്ലി ബൗണ്ടഡ് ആണ്. ന്യൂക്ലിയസുമായിട്ട് ലൂസ്ലി ബൗണ്ടഡ് ആണ് അല്ലേ? അതുപോലെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ദേ ആർ ഇൻ റാൻഡം മോഷൻ. അത് ഇങ്ങനെ പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവിടെയുള്ളൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ളൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടായിരിക്കും, ഇവിടെയുള്ളൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടായിരിക്കും. അതായത് അത് ദേ ആർ ഇൻ റാൻഡം മോഷൻ. അങ്ങനെ പല ഡയറക്ഷനിലായിരിക്കും അത് മൂവ് ചെയ്യിക്കുക. അതായത് ഈ ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ലൂസ്ലി ബൗണ്ടഡ് ആയതുകൊണ്ട് അത് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യപ്പെടുകയാണ് ഒരു കണ്ടക്ടറിൽ. അങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് തെർമൽ വെലോസിറ്റി. എന്താണ് തെർമൽ വെലോസിറ്റി? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് തെർമൽ വെലോസിറ്റി.
അപ്പോൾ ഈ തെർമൽ വെലോസിറ്റിയുടെ ഓർഡർ 10⁵ മുതൽ 10⁶ മീറ്റർ/സെക്കൻഡ് വരെ ആകാം ഈ തെർമൽ വെലോസിറ്റിയുടെ ഓർഡർ. അങ്ങനെ ഓരോ ഇലക്ട്രോൺസിനും ഓരോ തെർമൽ വെലോസിറ്റി ആയിരിക്കും. പക്ഷേ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും ആവറേജ് തെർമൽ വെലോസിറ്റി എടുത്താൽ ദാറ്റ് വിൽ ബി 0. അതായത് ആവറേജ് തെർമൽ വെലോസിറ്റി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക? കണ്ടക്ടറിൽ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടക്ടറിൻ്റെ ഒരു സൈഡ് പോസിറ്റീവ് എൻഡിലേക്ക് കൊടുക്കുന്നു, ഒരു സൈഡ് നെഗറ്റീവ് എൻഡിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഞാൻ പറഞ്ഞു തെർമൽ വെലോസിറ്റിയോടുകൂടി റാൻഡം മോഷനിലാണ്. പക്ഷേ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ചേഞ്ച് വരും. അതിന് മുമ്പ് നമ്മൾ ഈ കണ്ടക്ടറിൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പോസിറ്റീവ് എൻഡിൽ നിന്ന് നെഗറ്റീവ് എൻഡിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മോഷൻ എന്ത് ചേഞ്ച് വരും? അത് ആ ഇലക്ട്രോൺസ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഈ ഫ്രീ ഇലക്ട്രോൺസ് ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഒന്നുകൂടി പറയാം. നമ്മളൊരു കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. ഇതാണ് ഡയറക്ഷൻ. അങ്ങനെ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റാൻഡം മോഷനിലായിരുന്ന ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം കറക്റ്റ് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ആർ ഡ്രിഫ്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അതിൻ്റെ ഡെഫിനീഷൻ നമുക്ക് ലാസ്റ്റ് വേറെ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കിടക്കാം. നമുക്കറിയാം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇപ്പോൾ ഇരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്താൽ F=QE നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് ചാർജാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്തായിരിക്കും? E അല്ലേ? അപ്പോൾ നമ്മളതിന് F=EE എന്ന് കൊടുക്കുക, സ്മോൾ e ഇൻറ്റു ക്യാപിറ്റൽ E. ഇനി ഈ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ആക്ട് ചെയ്യണത്? അതായത് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതായത് ഇത് മൂവ് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ ഇക്വേഷനിൽ നമ്മളൊരു മൈനസ് ഇടുന്നു, നെഗറ്റീവ് സൈൻ ഇടും. F=-EE. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനായി. ഇനി ഫീൽഡ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ F=ma. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പോൾ LHS സെയിം ആയി, അങ്ങനെയാണെങ്കിൽ RHS ഷുഡ് ബി സെയിം. അപ്പോൾ ma=-E ഇൻറ്റു E എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ therefore A=-EE/m. അപ്പോൾ നമുക്കിവിടെ ആക്സലറേഷൻ ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ? ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസ് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ? അതായത് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സലറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മൈനസ് സൈൻ ഇടുന്നു. അവിടെയും മൈനസ് സൈൻ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ആക്സലറേഷൻ്റെ ഇക്വേഷനായി. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം.
അപ്പോൾ ഈ ഇലക്ട്രോൺസ് അതിൽ നമ്മൾ ആദ്യം ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുക. ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ പാത്തിൽ, അതിൻ്റെ വഴിയിൽ ഒരു പോസിറ്റീവ് അയോണിനെ കാണും. അപ്പോൾ അതുമായിട്ട് കൊളൈഡ് ചെയ്യും. അതായത് ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടക്ടറിൽ. അപ്പോൾ അതിൻ്റെ വഴിയിൽ ഒരു പോസിറ്റീവ് അയോണിനെ കാണും, അതുമായിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ അത് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുത്ത പാത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യും. ആ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ ഇങ്ങനെ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി u1. ആദ്യം ഒരു ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുക. ആ ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് u1. അത് ഇങ്ങനെ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യും. അത് കൊളൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് v1 എന്ന് വിചാരിക്കുക. അതായത് ഒരു ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി u1, അത് അടുത്ത പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് v1 എന്ന് വിചാരിക്കുക. ഇനി ആ രണ്ട് കൊളീഷൻ, അതായത് അതിങ്ങനെ കൊളീഷൻ എടുക്കുന്ന സമയം τ1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഇക്വേഷൻ ഓഫ് മോഷനിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u1, അത് പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി v1, ആ കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം τ1 എന്ന് വിചാരിക്കുക. ടൈമാണ് എന്ന് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ ഇതേപോലെ മൂവ് ചെയ്യണം. വേറൊരു ഇലക്ട്രോൺ ഒരു പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യും. ഇതേപോലെ അത് അടുത്ത പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി v1, അതായത് ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ v1 = u1 + a τ1. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ v2 = u2 + a τ2. അങ്ങനെ n ഇലക്ട്രോൺസ് ഉണ്ട്. vn = un = a τn എന്ന് കിട്ടി. അപ്പോൾ n ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം ആവറേജ് എടുക്കുകയാണ്. അപ്പോൾ v1 + ആവറേജ് എന്ത് വരും? അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. v1 + v2 + etc. + vn ഡിവൈഡഡ് v1 + v2 + etc. + vn / n ആവറേജ് വെലോസിറ്റി എടുക്കണം. ഇനി ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v1 പകരം u1 + a τ1, v2 പകരം u2 + a τ2, ഇങ്ങനെ നമ്മൾ എഴുതി un + a τn എഴുതി ഡിവൈഡഡ് / n. ഇനി നമ്മൾ ഇതിനെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുകയാണ്. u1 + u2 + etc. un / n കൊടുത്തു. അതുപോലെ a, ഇതിൽ നിന്നെല്ലാം കോമൺ ടേമാണ് a എന്ന് പറയുന്നത്. a പുറത്തെടുത്തു *1 + τ2 അങ്ങനെ etc. τn എഴുതി ഡിവൈഡ് / n. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞു ഇനീഷ്യൽ വെലോസിറ്റി, ഓരോ ഇലക്ട്രോൺസിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റിയാണ് u എന്ന് പറയുന്ന ടേംസ് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന മുമ്പുള്ള വെലോസിറ്റി ആണല്ലോ. നമ്മളത് പറഞ്ഞു എന്താണ്? തെർമൽ വെലോസിറ്റി ആണെന്ന്. ഓക്കെ, അപ്പോൾ തെർമൽ വെലോസിറ്റിയുടെ ആവറേജ് വിൽ ബി 0 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയി മാറി. ഇനി നമുക്ക് ബാക്കി എന്ത് വരും? a ഉണ്ട്. a ഇവിടെ എഴുതി. ഇതിൻ്റെ ആവറേജ് എന്ന് എഴുതി. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? vd = a × τ. ഈ എന്ന് പറയുന്ന ടേമിന് നമ്മൾ പറയുന്നത് റിലാക്സേഷൻ ടൈം എന്നാണ്. അതായത് രണ്ട് കൊളീഷൻസിനിടയിലുള്ള ടൈം ഇൻ്റർവെല്ലാണ് റിലാക്സേഷൻ ടൈം. ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. അതായത് ഒരു ഫ്രീ ഇലക്ട്രോൺ ആദ്യം ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി, പോസിറ്റീവ് അയോണോട്ട് കൊളൈഡ് ചെയ്തു, അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പോവുകയാണ്, പിന്നെയും കൊളൈഡ് ചെയ്യണം. അങ്ങനെ കൊളീഷൻസ് നടക്കുന്ന രണ്ട് കൊളീഷനിടയിലുള്ള തൊട്ടടുത്ത രണ്ട് കൊളീഷൻസ് തമ്മിലുള്ള ടൈം ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, അതായത് റിലാക്സേഷൻ ടൈം. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, ഒരു കൊളീഷൻ നടന്നു, റിലാക്സ് ചെയ്തു, അടുത്ത കൊളീഷൻ വന്നു, റിലാക്സ് ചെയ്തു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി ഇവിടെ നമ്മൾ വി ഡി ഇസ് ഈക്വൽ ടു എ ടോ എന്ന് എഴുതി, എക്ക് പകരം നമ്മൾ നേരത്തെ എഴുതി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വി ഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോ എന്ന് എഴുതാം. അതൊരു പോയിൻ്റാണ്, വൺ വേർഡായിട്ട് ചോദിക്കാൻ, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. ആവറേജ് വെലോസിറ്റി അക്വേർഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ വെൻ സബ്ജക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. നമ്മളൊരു കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസ് അക്യൂർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറണ്ട് എന്താണെന്ന് നമുക്കറിയാലോ, ഐ. കറണ്ട് ഐയും ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡിയും തമ്മിലുള്ള റിലേഷനാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഈ കണ്ടക്ടറിനെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏതൊരു പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വി ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി അതിൻ്റെ ദിസ് ഇസ് പോസിറ്റീവ് എൻഡ് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് എൻഡ്. അപ്പോൾ ഇങ്ങനെ ബാറ്ററിയായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ഇതിൽ ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്, അത് ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അങ്ങനെയായിരിക്കും ഡയറക്ഷൻസ്. അത് കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കണ്ടക്ടറിലുള്ള മൊത്തം ഇലക്ട്രോൺസിൻ്റെ ചാർജ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ചാർജ് ആദ്യം ക്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് എല്ലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയുമാണ്. ഈ കണ്ടക്ടറിനകത്തുള്ള മൊത്തം ഇലക്ട്രോൺസിൻ്റെ ചാർജാണ് ക്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ വോളിയം, ഈ കണ്ടക്ടറിൻ്റെ വോളിയം എന്താണ് വോളിയമിൻ്റെ ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ വോളിയമാണ് എ ഇൻറ്റു എൽ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ നമ്പർ, അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്മോൾ എൻ എന്താന്ന് പറയാം. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. ഈ കണ്ടക്ടറിൻ്റെ യൂണിറ്റ് വോളിയൂമിലുള്ള നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഈ വോളിയൂമിനെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കിട്ടും. മനസ്സിലായില്ലേ? അതായത് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള നമ്പർ ഓഫ് ചാർജസ് ആണ് എൻ. അങ്ങനെയാണെങ്കിൽ മൊത്തം വോളിയൂമിലുള്ള ചാർജ് എന്തായിരിക്കും? ആ നമ്പറിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, NaL. ഒന്നുകൂടി പറയാം, കണ്ടക്ടറിൻ്റെ വോളിയൂമാണ് A ഇൻറ്റു എൽ. അപ്പോൾ ഒരു യൂണിറ്റ് വോളിയൂമിലുള്ള ചാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ വോളിയൂമിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? അത് ആ വോളിയൂമിനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഒരു പേനയുടെ വില 2 രൂപയാണെങ്കിൽ N പേനയുടെ അല്ലെങ്കിൽ 5 പേനയുടെ വില എന്തായിരിക്കും? 5 × 2 അല്ലേ? അതേപോലെ ഒരു യൂണിറ്റ് വോളിയൂമിൽ N ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഇത്രയും വോളിയൂമിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? NaL. ഈ AL കൊണ്ട് Nനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഈ ഇലക്ട്രോൺസിൻ്റെ ചാർജ് മൊത്തം ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടി ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? E.
ഇ ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഈ മൊത്തം ഇത്രയും എണ്ണം ഇലക്ട്രോണിൻ്റെ ചാർജ് എന്തായിരിക്കും? ഇത്രയും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് ഈ കണ്ടക്ടറിൽ. മൊത്തത്തിൽ ഇത്രയും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതിൻ്റെ ചാർജ് എന്തായിരിക്കും? ഇതിനെ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. ടോട്ടൽ ചാർജ് NaL ഇൻറ്റു ഇ എന്ന് കിട്ടി. ഇനി ചാർജ് കിട്ടിയാൽ ചാർജ് ബൈ ടൈമാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് അല്ലേ? I is equal to NaLe ഡിവൈഡഡ് ബൈ T. ഇനി I is equal to ഇവിടെ നമ്മൾ അതിനെ ഇവിടെ നമുക്ക് L/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത്താണ് അല്ലേ? ഈ ലെങ്ത്ത് ഒരു ഇലക്ട്രോണിന് ഈ മൊത്തം ലെങ്ത്ത് ഇത്രയും ലെങ്ത്താണ് ട്രാവൽ ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇത്രയും ലെങ്ത്ത് ട്രാവൽ ചെയ്യണം. അതിനെടുക്കുന്ന സമയമാണ് ടൈം T എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് L/T എന്താണ്? വെലോസിറ്റി. അതല്ലേ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്കിവിടെ L/T എന്ന് പറഞ്ഞാൽ VD. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി NEA L/Tക്ക് പകരം V എന്ന് എഴുതി. അപ്പോൾ നമ്മൾ I ആൻഡ് VD തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. NEA/VD. ഇത് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി VENA വീണ എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു റിലേഷൻ കൂടി കണ്ടുപിടിക്കാം. VD is equal to I/NEA ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻസ് എല്ലാം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇതിനായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് I/A ഈ എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുതി കഴിഞ്ഞാൽ NEVD എന്ന് കിട്ടും. ഈ ഇക്വേഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. I/A എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കറണ്ട് ഡെൻസിറ്റി J. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനായി. അതേപോലെ ഇവിടെ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനും നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി റോ ആൻഡ് റിലാക്സേഷൻ ടൈം ടോ. റോയും ടോയും തമ്മിലുള്ള ഒരു റിലേഷൻ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ I is equal to NEA/VD അല്ലേ? ഇനി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ E/m ഇൻറ്റു ടോ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിപ്പിച്ചതാണ്. ഇതിൽ നമ്മൾ മൈനസ് ഉണ്ട് ഇവിടെ ഇക്വേഷനിൽ, പക്ഷെ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആ മൈനസ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അത് ഈ VD ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I is equal to എന്ത് വരും? NEA പിന്നെ VDക്ക് പകരം ടോ/m എഴുതി. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇയും E സ്ക്വയർ വരും. അപ്പോൾ NE²A ടോ/m എന്ന് എഴുതി. ഇനി ഇലക്ട്രിക് ഫീൽഡും വിയും തമ്മിലുള്ള റിലേഷനാണ് E is equal to V/L. അപ്പോൾ ഇക്ക് പകരം നമ്മൾ V/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? NE²A/m എന്ന് ഇവിടെ എഴുതി. ബാക്കി ഇക്ക് പകരം V/L എഴുതി. ബാക്കി ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. നമുക്ക് V/I, അതായത് V/I വരുന്ന രീതിയിൽ എഴുതിയ ഇവിടെ V ഇവിടെ ഉണ്ട്, ഐനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, ബാക്കി ടേംസ് എല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ V/I is equal to ML/NE²A ടോ എന്ന് കിട്ടും. ഇതിൽ നോക്കിക്കേ, V/I എന്താ? അക്കോർഡിംഗ് ടു ഓംസ് ലോ V/I എന്ന് പറഞ്ഞാൽ 6 അല്ലേ? അപ്പം നമുക്കിവിടെ ഓംസ് ലോ കിട്ടിയില്ലേ? അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ L/A അവിടെ കിടക്കട്ടെ. നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. ഇവിടെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ, ഞാനിവിടെ LAയും മാറ്റി എഴുതി, ബാക്കി ടേംസ് അല്ല M/NE² ടോ. ഇക്വേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ M കോൺസ്റ്റൻ്റ് ആണ്, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റൻ്റ് ആണ്, E കോൺസ്റ്റൻ്റ്, ടോ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ ഇത്രയും ടേംസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ V/I എന്ന് പറയുന്നത് V/
ഐ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എൽ ബൈ എന്ന് കിട്ടിയില്ലേ? ആ കോൺസ്റ്റൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ, റോ എൽ ബൈ എന്ന്. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എന്ന് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓംസ് ലോയിൽ എത്തിച്ചേരുകയാണ്. ഇത് മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ഓംസ് ലോ എന്നറിയപ്പെടും. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ഓംസ് ലോ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ നിന്ന് ആർ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എൽ ബൈ എൻ എഴുതി, ദിസ് ടേം ഈക്വലൻ ടു റോ. അപ്പോൾ നമ്മളിവിടെ താഴെ എടുത്തെഴുതി റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ അല്ലേ? ഇവിടെ നോക്കിക്കേ, ഈ റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്യണത്? റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ. അതായത് റിലാക്സേഷൻ ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് റെസിസ്റ്റിവിറ്റി. അതായത് റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ഇടി നടന്നു, അതായത് ഇവിടെ ഒരു കൊളീഷൻ നടന്നു. അത് കഴിഞ്ഞ് റിലാക്സേഷൻ കൂടുന്ന കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ റിലാക്സേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊളീഷനിടയിലുള്ള ടൈം കൂടുകയാണ്. അടുത്ത ഇടി കുറേ കഴിഞ്ഞിട്ടാണ് നടക്കണമെന്ന് വിചാരിക്കുക. അതായത് ആദ്യം ഒരു കൊളീഷൻ ഇവിടെ നടന്നു, അത് കഴിഞ്ഞിട്ട് റിലാക്സേഷൻ ടൈം കൂടുതലെടുത്ത് അടുത്ത കൊളീഷൻ നടക്കുന്നത് ഇവിടെയാണ്. അങ്ങനെയാണ് പോണെങ്കിൽ, അതായത് റിലാക്സേഷൻ ടൈം കൂടുതലാണെങ്കിൽ ഈ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. അതായത് ഈ കണ്ടക്ടറിന് കുറച്ചുകൂടി ഇതായിട്ട് മൂവ് ചെയ്യാൻ പറ്റുകയാണ്. അതായത് ഇടികൾ കുറച്ചേ നടക്കണുള്ളൂ. ഈ ടൈമിനിടയിൽ ഇവിടെ രണ്ട് കൊളീഷനെ നടക്കണുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ റിലാക്സേഷൻ ടൈം കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും. അതായത് അതിൻ്റെ ആ ഓപ്പോസിഷൻ കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ടേം നമ്മൾ പഠിച്ചു. കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? അപ്പോൾ ഇതിനെ തിരിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കിട്ടിയില്ലേ? കണ്ടക്ടിവിറ്റി ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം ആണ്. ഇവിടെ പറയുമ്പോഴോ നമ്മുടെ റിലാക്സേഷൻ ടൈം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിയും കൂടുകയാണ്. അതായത് കണ്ടക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോ. മനസ്സിലായില്ലേ? ഓക്കെ.